തോട്ടത്തിൽ ഫാഷൻ ജുവലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. ജില്ലയിലെ ആദ്യത്തെ കാർഷിക ആശ്രയ കേന്ദ്രം തിരുമാറാടി കാക്കൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കാർഷിക സേവനങ്ങൾ അതിവേഗം അനായാസം എന്ന ലക്ഷ്യം ഉൾക്കൊണ്ട് ആരംഭിച്ച ആശ്രയ കേന്ദ്രം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക ഡിജിറ്റൽ സേവനങ്ങൾക്കുള്ള ജില്ലയിലെ ആദ്യത്തെ ആശ്രയ കേന്ദ്രം പാമ്പാക്കുട ബ്ലോക്ക് മോഡൽ അഗ്രോ സെന്ററിന്റെ കാക്കൂർ കേന്ദ്രത്തിൽ ആരംഭിച്ചു. കർഷകർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാക്കുന്നതുൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന ആശ്രയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് MLA നിർവഹിച്ചു. ഡ്രോൺ സംവിധാനം അഗ്രോ സർവീസ് സെന്ററിന് ലഭ്യമാക്കുമെന്ന് MLA പറഞ്ഞു. നമുക്കറിയാം, ഓരോ വർഷം ചെല്ലുന്തോറും കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് കർഷകരെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന കാലങ്ങളിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് നീങ്ങാനും ഏതെങ്കിലും രീതിയിലുള്ള കലാമിറ്റി വന്ന് നാശനഷ്ടങ്ങളുണ്ടായാൽ വേഗതയിൽ കർഷകർക്ക് ആശ്വാസം അവരുടെ കൈകളിൽ എത്തിക്കാൻ കഴിയുന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ വരുന്നത്. ഞാൻ ഇതിനെ സംബന്ധിച്ച് ഒരിക്കൽ അസംബ്ലിയിൽ സൂചിപ്പിച്ചാണ്, കർഷകർക്ക് ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾ, പ്രത്യേകിച്ച് കാറ്റും മഴയും ചിലപ്പോൾ അതിരൂക്ഷമായ വേനലും കാരണമൊക്കെ ഉണ്ടാവുന്ന വലിയ വിളനാശം, അതിൽ നിന്ന് ഉണ്ടാവുന്ന വളരെ ചെറിയ രീതിയിലുള്ള ഒരു നഷ്ടപരിഹാര തുകയാണ് പലപ്പോഴും ക്രമീകരിച്ചു വരുന്നത്. അതുപോലും ലഭിക്കാൻ പലപ്പോഴും വലിയ കാലതാമസം, ഒരുപക്ഷെ മാസങ്ങൾ വർഷങ്ങൾ എടുക്കുമ്പോൾ അതുകൊണ്ട് യാതൊരു ഗുണവും ഒരു കർഷകനെ സംബന്ധിച്ചില്ല. ഒന്നത് നാമമാത്രമായ തുക, ആ നാമമാത്രമായ തുക ലഭ്യമാവാൻ മാസങ്ങളുടെ കാത്തിരിപ്പ്. സ്വാഭാവികമായിട്ടും ഈ പദ്ധതികൾ കൊണ്ട് എത്രമാത്രം പ്രയോജനം കർഷകർക്കുണ്ടാവും എന്നുള്ള വിഷയം നിൽക്കുമ്പോൾ അതിന് കാലാനുസൃതമായ വർധനമുണ്ടാവണം. ഒപ്പം തന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് യഥാസമയം കൃത്യസമയം അവരുടെ കൈകളിൽ തുക എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധി വരെയെങ്കിലും അവർക്ക് ആശ്വാസമാകും. കാർഷിക സേവനങ്ങൾ അതിവേഗം അനായാസം എന്ന ലക്ഷ്യം ഉൾക്കൊണ്ടാണ് ആശ്രയ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെവിൻ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൂത്താട്ടുകുളം നഗരസഭാ ചെയർമാൻ റെജി ജോൺ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോൺസൺ വർഗീസ് തിരുമാറാടി, KG ഷിബു ഇലഞ്ഞി, ഷീല ബാബു പാമ്പാക്കുട, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആഭാരാജ്, ഫെസിലിറ്റേറ്റർ VC മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.